ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹോം മെയ്ഡ് കളർ പേപ്പേഴ്സ് ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് കളർ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തു, നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, ചാനൽ കയറി നോക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നെയും ഇങ്ങനെ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ ആക്ടിവിറ്റീസിനൊക്കെ കളർ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട്, ഇവിടെ മോൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്നും കൂടി ഒന്ന് റീപോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ടെസ്റ്റിംഗ് വീഡിയോ പോലെയാണ് ചെയ്തത്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വൈറലായതും പിന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടും നമ്മൾ കളർ പേപ്പേഴ്സ് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആയി എന്നൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനിത് രണ്ട് തരത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ വാട്ടർ കളറിങ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വാട്ടർ ആഡ് ചെയ്തും അല്ലാതെയും ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ നോട്ട്ബുക്കിൻ്റെ ഒരു പേജാണ് കേട്ടോ. A4 ഷീറ്റാണ് കൂടുതലും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ അത് കിട്ടാത്ത കാരണം ഞാനിപ്പോൾ സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം അധികം കൂടി പോകരുത്, കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പേപ്പറിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടും, അതായത് വാട്ടർ കളറും ആക്രിലിക് പെയിൻറ്റും ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു കോട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മറുഭാഗത്തും കൂടി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് മറ്റേ പേപ്പർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്പം മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പേപ്പറിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് വശവും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ രണ്ട് പേപ്പറും നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടിട്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം ക്രാഫ്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ്. രണ്ടും നമ്മൾ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഈ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. മറ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് പെയിൻറ്റിലും വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഇതേപോലെ പേപ്പറിൽ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ഈ നല്ല ഷൈനിങ് കാണുന്നില്ലേ, അത് നമ്മൾ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വെള്ളം ചേർക്കാതെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഷൈനിങ് ഒക്കെ ഉണ്ടാവും. മറ്റത് നമ്മൾ സാധാരണ പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് വെള്ളം ചേർക്കാതെ അടിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഷൈനിങ് ഒന്നും ആവശ്യമില്ലല്ലോ, സാധാരണ കളർ പേപ്പേഴ്സ് അല്ലേ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കളർ പേപ്പേഴ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് നമുക്കധികം കളർ പേപ്പേഴ്സ് ഒന്നും കിട്ടാത്ത സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്നൊരു മെത്തേഡ് തന്നെയാണിത്. വാട്ടർ കളർ, സാധാരണ വാട്ടർ കളർ ആയാലും മതി, നമുക്ക് അധികം ചിലവൊന്നുമില്ലല്ലോ വാട്ടർ കളർ കിട്ടാനായിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ വെള്ളം ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ A4 ഷീറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് നമ്മുടെ പേപ്പറിന് തുണി കട്ടി ഉണ്ടായിരിക്കുള്ളൂ. സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജിലാകുമ്പോൾ എന്താ പറയുക, പേപ്പറൊന്നും ഇങ്ങനെ തളർന്ന് കിടക്കണ പോലെ അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ കട്ടിയുള്ള പേപ്പർ എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ പേപ്പർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷേ കളർ പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ കിട്ടാത്ത സാഹചര്യം ആണെങ്കിൽ ഇതേപോലെയും ചെയ്യാം. പിന്നെ അത്യാവശ്യം നമുക്ക് കളേഴ്സ് വല്ലതും കിട്ടാത്തതുണ്ടെങ്കിൽ ആ കളർ പെയിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം കേട്ടോ.
അപ്പോൾ എളുപ്പമാണ് വീട്ടിൽ തന്നെ കളർ പേപ്പർ ഉണ്ടാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാട്ടർ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ആക്രിലിക് പെയിൻറ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യുന്നതും നമുക്ക് കുറച്ച് നഷ്ടം തന്നെയാണ്. ഒരു ബോട്ടിൽ 20 രൂപ വേണം. സാധാരണ പെയിൻ്റ് ആണെങ്കിൽ അത്രയ്ക്കൊന്നും വേണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.